ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ കുറേ ലെഫ്റ്റ് ഓവർ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയും കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി എല്ലാം കൂടി വേസ്റ്റ് ആക്കണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനുള്ള ഐറ്റംസൊക്കെ ചൂടാക്കിയെടുത്ത് ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങോട്ട് ഒപ്പിക്കാട്ടോ ചെയ്യുന്നത്. നമുക്ക് മന്തിയും ബ്രോസ്റ്റഡും അതുപോലെ ഇടിയപ്പവും തേങ്ങ അരച്ച കറിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പിന്നെ കുറച്ച് സാലഡ് കൂടി അങ്ങ് ഉണ്ടാക്കി വെച്ചു. ബൈക്കും ഫിസൊക്കെ വീട്ടിലുള്ളൊരു ഡേ ആണത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവർക്കൊക്കെ വേണമെങ്കിൽ എടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ സാലഡും ഒക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പം ഇന്നത്തെ വീഡിയോയിലെന്ന് വെച്ചാൽ നമ്മൾ ഇന്നത്തെ കുറച്ച് ഒരു വർക്കിംഗ് ഡേയിലെ കാര്യങ്ങൾ. അപ്പം ഇന്നിനി ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞ് ഞാൻ വർക്കിന് കയറി കഴിഞ്ഞാൽ വൈകുന്നേരം വർക്ക് കഴിഞ്ഞിട്ടാണ് ബാക്കി എൻ്റെ പണികളൊക്കെ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ അതൊക്കെ ചെയ്യുന്നതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കാം. കൂടെ തന്നെ ജോലി റിലേറ്റഡ് ആയിട്ട് എനിക്ക് എല്ലാ വീഡിയോയിലും ഒരു കമൻറ്റെങ്കിലും വരാറുണ്ട്, എന്താ ജോലി, എങ്ങനെയാണ് ജോലി കിട്ടിയത്, അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ലേഡീസൊക്കെ അങ്ങനെ ജോലിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ചിലപ്പോൾ അതിനുള്ളൊരു മോട്ടിവേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പിന്നെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിനിയിപ്പോൾ ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ ഞാനിപ്പോൾ തന്നെ കഴിച്ചു. മന്തിയും ബ്രോസ്റ്റും ഇടിയപ്പവും എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വയറ് നിറയെ കഴിച്ചു. റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി വരുവാണ്. അപ്പോൾ റൂം ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒന്ന് ടച്ചപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു അലമാരയിൽ ഈ ഒരു ഷെൽഫ്. ഏതെങ്കിലും ഷെൽഫ് മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ റൂം സെറ്റാക്കുമ്പോൾ തന്നെ ഇതങ്ങ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇതൊരു പണിയേ അല്ല. ഇത് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്താൽ ഒരു മാസം അടുപ്പിച്ച് ചെയ്താൽ നമ്മളൊരു ശീലമായിട്ട് മാറും. അപ്പോൾ അലമാര എനിക്ക് വൃത്തിയായി കിടന്നാലാണ് സമാധാനം ഉണ്ടാകുക. അപ്പോൾ അത് ജസ്റ്റ് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഇവിടെ ഇരുന്നാൽ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു. ഇനി നമ്മൾ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വേണം ഫോണൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഡാറ്റ ഓൺ ചെയ്യുക. ഇത്രയും നേരം ഫോൺ അവിടെ ഇവിടെ കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡാറ്റയൊക്കെ ഓണാക്കി കുറച്ച് സമയം ഫോണൊക്കെ നോക്കും. ഒരു മീ ടൈമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിലുള്ള ദിവസം എന്ന് പറയുമ്പോൾ നമുക്കൊരു മീ ടൈം കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഡോറൊക്കെ അടച്ച് റൂമിലൊന്ന് ഇരിക്കണം. അതല്ലെങ്കിൽ ഇങ്ങനെ അമ്മ നെല്ലി വരുമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അലക്കാനുള്ള തുണിയൊക്കെ എടുത്ത് ഒന്ന് മെഷീനിലോട്ട് ഇടാമെന്ന് വിചാരിച്ച് അത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആയിക്കോളും. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വേഗം പോയിട്ട് ആ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ എടുത്ത് ആ ബാസ്ക്കറ്റ് ഒന്ന് കാലിയാക്കി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഉണങ്ങിയതിൻ്റെ മേലോട്ട് നനഞ്ഞെടുത്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ അങ്ങോട്ട് എടുത്ത് കൊട്ട അങ്ങോട്ട് കാലിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞാൽ ഇനിപ്പോയി നമുക്ക് ജോലിക്ക് കയറാം. അപ്പോൾ ജോലീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ജോലി എന്താ, അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് പേർക്കൊക്കെ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തായിരുന്നു കമ്പനി ഏതാണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മളെങ്ങനെയാണ് നമുക്കൊരു ജോലി കിട്ടുക, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് അതിലോട്ട് എത്തുക എന്നൊക്കെ ഉള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളൊരു ജോലിക്ക് പോകണമെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മൾ അതിന് വേണ്ടി മെൻ്റലി പ്രിപ്പയർഡ് ആവുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. വീട്ടിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഒന്ന് സഹകരിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഹോം മേക്കേഴ്സായിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ വീട്ടിലിരുന്ന ഒരാൾ ജോലിക്ക് പോകുമെന്ന് പറയുമ്പം എല്ലാവരെയും സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. എല്ലാവരും കൂടി സഹകരിച്ചാലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. അപ്പം ഞാനിവിടെ വർക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ ആദ്യം ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക നമ്മൾ ജോലി എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ദഹിക്കാൻ്റെ വക നമുക്ക് പപ്പായൊക്കെ കട്ട് ചെയ്ത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് കഴിക്കാം. അങ്ങനെ വർക്ക് ഇങ്ങനെ ഇടയ്ക്ക് വർക്കിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്. നമ്മളെ നിക്കാഹ് ആനിവേഴ്സറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാക്ക് ഗിഫ്റ്റൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഗിഫ്റ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറച്ച് പൈസ എടുത്ത് ഗിഫ്റ്റ് എന്തെങ്കിലും ഇഷ്ടമുള്ള വാങ്ങിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചെയ്ത ചെറ്റത്തരാണ്. ഞാൻ ഗിഫ്റ്റൊന്നും വാങ്ങിയില്ല കേട്ടോ. അങ്ങനെ തൽക്കാലം കൊടുത്താണ്. ഇക്ക എനിക്ക് സ്ഥിരമായി തരുന്ന ഗിഫ്റ്റ് തന്നെ ഡയറി മിൽക്ക്. ഇക്കാനെ കണ്ട കാലം മുതൽ ഇത്രയും കാലമായിട്ട് ഡയറി മിൽക്ക് ഇല്ലാണ്ട് ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയോ നിക്കാഹ് ആനിവേഴ്സറിയോ ഒരു പരിപാടിയും കടന്നു പോയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് മുഖമൊക്കെ നല്ല ടയേർഡായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. നോക്കണ്ട, ജോലി കഴിയുമ്പോൾ ഞാൻ കുറച്ച് ക്ഷീണിക്കാറുണ്ട്. കുറച്ചൊക്കെ ക്ഷീണിക്കും കൈസ്, അല്ലാതെ എന്ത്. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ കുറച്ച് ടയേർഡൊക്കെ ആവും, ഇതൊക്കെ നാച്ചുറലാണ്. അങ്ങനെ പുറത്തൊക്കെ 6 മണിയാകുമ്പോഴത്തേക്കും ഇതുപോലെ ഉണ്ടാവും കേട്ടോ, ഡാർക്കായിട്ട്. ഞാൻ വിൻഡോ ഒക്കെ ഒന്ന് അടയ്ക്കാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം എത്രയും നേരം ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ചൂടായിട്ട് റൂമിലിരിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ വിൻഡോ ഒക്കെ ഒന്ന് തുറന്നിടുന്നതാണ്. അങ്ങനെ ഇനി പോയിട്ട് സിറ്റ് ഔട്ടിലൊക്കെ ലൈറ്റ് ഇടുക പരിപാടികളൊക്കെയാണ്. ഇനി കുറച്ച് നേരം പ്രെയറും കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്.
പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഈ ജോലിക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർഡ് ആവുന്ന സമയത്ത് നമുക്കൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വീടൊന്നും നന്നായിട്ട് മാനേജ് ചെയ്യാനൊന്നും പറ്റില്ല. പ്രത്യേകിച്ച് ഓഫീസിൽ പോയി വർക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്കങ്ങനെ സൂപ്പർ വുമൺ കളിച്ച് വീട് മൊത്തം സെറ്റപ്പ് ആക്കാനൊന്നും എല്ലാം പ്രോപ്പറായിട്ട് നടക്കുകയൊന്നുമില്ല. അപ്പോൾ എല്ലാവരോടും സഹകരിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് കാര്യങ്ങൾ പോവുക. എനിക്കൊക്കെ അങ്ങനെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതെ ഫിസുവിൻ്റെ റൂം കണ്ടോ, എല്ലാ ദിവസവും നമ്മൾ രാവിലെ സെറ്റ് ചെയ്തിട്ടാലും രാത്രി ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ഉണ്ടാവും. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ? ഞാൻ പല രീതിയിൽ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. തൽക്കാലം ഡോർ അടിച്ചിട്ടിട്ട് ഞാൻ കുറച്ച് നേരം വെറുതെ ഇരിക്കാൻ വേണ്ടി പോവാണ്. പ്രയറും എല്ലാ പരിപാടിയും കഴിഞ്ഞു, കുറച്ച് സമയം സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കൊന്ന് ഫിസുവിന് ഉറക്കം വന്നിട്ട് ഫിസു അന്നേരം പോയി കിടന്ന് ഉറങ്ങി. ഇക്ക പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയും കുറച്ച് നേരം ഫോണൊക്കെ നോക്കി. ഞങ്ങൾ കുറച്ച് ടൈം ഒരുമിച്ച് സ്പെൻഡൊക്കെ ചെയ്ത് ഇക്കാക്കും ഉറക്കം വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഉറങ്ങുകയാണെങ്കിൽ ആ സമയം ഞാൻ നല്ലോണം റിലാക്സ് ചെയ്തിട്ട് എന്തെങ്കിലും ചിലപ്പോൾ എന്തായാലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും, അതല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ അതുപോലെ ഞാൻ ഈ ജോലീൻ്റെ കാര്യം പറഞ്ഞ പോലെ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ട്യൂഷനൊക്കെ എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് കുറേ കാരണങ്ങൾ, നമ്മൾ ഈ ട്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു ജോബ് സെക്യൂരിറ്റി ഉള്ളൊരു കാര്യമൊന്നുമല്ല. നമ്മളൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുമ്പം കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് കാര്യങ്ങളുണ്ട്, അതൊന്നും നമുക്ക് കിട്ടൂല. നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. പിന്നെ കുട്ടികൾ നാളെ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല, അതത്രല്ലേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഫീസൊക്കെ എന്ന് വെച്ചാൽ ആൾക്കാരെ പിന്നാലെ നടക്കണം. നമുക്ക് ഫീ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മളെന്താ പറയുക, അവരുടെ അടുത്ത് നിന്ന് ഈ പൈസയൊക്കെ കടം ചോദിക്കുന്നത് പോലെ പിന്നാലെ നടക്കണം. ചിലരൊന്നും നമുക്ക് പൈസ തരൂല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. അതെല്ലാം കൂടി ആയിട്ട് മനസ്സും എടുത്തിട്ടാണ് ഞാൻ ഇനി വേറെ വല്ല ജോലിയും നോക്കിയാലോ. ഞാൻ ആദ്യം തന്നെ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വിചാരിച്ചിട്ടാണല്ലോ നമ്മളങ്ങനെ ഒരു സൈഡായിട്ട് ഒരു പാർട്ട് ടൈം വർക്ക് തുടങ്ങുക. അങ്ങനെ ഞാനൊരു പാർട്ട് ടൈം ആയിട്ട് ചെയ്ത് നോക്കിയതാണ്. ചെയ്ത് വന്നപ്പം എനിക്ക് തോന്നി ഫുൾ ടൈം തന്നെ വർക്ക് ചെയ്യണമെന്ന്, അതും ഓഫീസിൽ പോയി ചെയ്യണം, ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ തന്നെ ചെയ്യണമെന്നൊക്കെ തോന്നിയിട്ടാണ് ഞാനങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചത് തന്നെ. ഞാൻ എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അടിപൊളി ഒരു റെസ്യൂമേ അങ്ങോട്ട് ഉണ്ടാക്കി. കുറച്ചധികം സമയം കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഒരുപാട് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും റെസ്യൂമയൊക്കെ. നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ കഴിവുകളും സ്കില്ലും കാര്യങ്ങളും നമ്മുടെ ക്വാളിഫിക്കേഷനും എല്ലാത്തിനെയും അങ്ങോട്ട് നല്ല വിപുലീകരിച്ച് അടിപൊളിയായിട്ട് റെസ്യൂമേ പ്രിപ്പയർ ചെയ്യാണ് ഫസ്റ്റ് തന്നെ ചെയ്തത്. മനസ്സ് സെറ്റാക്കി റെസ്യൂമേയും സെറ്റാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിൽ താമരശ്ശേരി ഒരു ജോബ് ഫെയർ നടന്നിട്ടുണ്ടതിനെ. അപ്പോൾ ആ ജോബ് ഫെയറിൽ പോയപ്പോൾ ഫുൾ ആൾക്കാരാണ്, ഒരുപാട് കമ്പനികൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, മീൻകറി വെക്കാനുള്ള പരിപാടികളാണ് കേട്ടോ. അതൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനില്ലല്ലോ, അടിപൊളി മീൻകറിയാണ് വെക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നേരം അതിനെക്കുറിച്ച് ഇനി പറയുന്നില്ലല്ലോ, ചട്ടിയും കാലമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലോട്ട് വരാം. അങ്ങനെ ഒരുപാട് കമ്പനികൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ജോബ് ഫെയറിൽ. അങ്ങനെ ഞാനൊരു 2-3 ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു. അപ്പോൾ മുട്ടുംകാല് വിറയ്ക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും എനിക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഒരു കോൺഫിഡൻസ് അങ്ങോട്ട് കയറി വരാറുണ്ട്. അങ്ങനെ ഞാൻ കോൺഫിഡൻസ് അഭിനയിച്ച് ഇൻ്റർവ്യൂ ഒക്കെ കസറി. പക്ഷേ 1-2 കമ്പനിയിലൊക്കെ ഫസ്റ്റ് ഇൻ്റർവ്യൂ പാസ്സായി. രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് അവരെന്നെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് ആരും വിളിച്ചില്ല കേട്ടോ. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ കമ്പനിയിലൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ ഉള്ളതല്ലേ, ഞാൻ കുറച്ചും കൂടെ കൊമ്പത്തോട്ട് കയറി പിടിക്കുക വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. ഞാൻ ഈ കമ്പനീനെക്കുറിച്ച്, ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനീനെക്കുറിച്ച് ഞാൻ നോക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്. കാരണം ഞാൻ ഈ കുട്ടികൾക്ക് ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നല്ലോ. അപ്പോൾ ഇവരൊക്കെ ഈ കമ്പനീനെക്കുറിച്ച് പറയുകയും ഇവരുടെ വീഡിയോസ് കാണുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 മാസത്തേക്ക് വാങ്ങുന്ന ഫീസ് 1 കൊല്ലത്തേക്ക് വാങ്ങിയിട്ടാണ് നമ്മളെ കമ്പനി എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ആ കമ്പനിയിൽ ഒരു ജോബ് നോക്കിക്കൂടാ എന്ന് എനിക്ക് പെട്ടെന്നൊരു തോട്ട് വന്നു. ഇവർ കാരണം നമ്മുടെ കുട്ടികളൊക്കെ അതിലോട്ട് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരേ കമ്പനിയിൽ തന്നെ നമുക്ക് നോക്കിയാൽ എന്താണെന്നുള്ളൊരു തോട്ട് വന്നു. അങ്ങനെ ഞാൻ ആ കമ്പനിയിലുള്ള ജോബ് വേക്കൻസിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പം എനിക്ക് ലിങ്ക്ഡിനിൽ ഒരുപാട് ഇത് വന്ന് വേക്കൻസീസ് ഇങ്ങനെ കിടക്കുന്നത് കണ്ടു. അങ്ങനെ ഞാൻ കയറി റെസ്യൂമൊക്കെ അപ്ലോഡ് ചെയ്ത് നിരത്തി എല്ലാത്തിനും അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു. ആ സമയത്ത് ഒരുപാട് വേക്കൻസി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഒരു മാർച്ചിലാന്ന് തോന്നുന്നു ഞാൻ നോക്കിയത്. സോറി, ഈ വർഷം കഴിഞ്ഞ വർഷം എന്നൊക്കെ, ഈ വർഷം മാർച്ചിലാട്ടോ ഞാൻ നോക്കിയത്. അപ്പോൾ എന്തായി, ഞാനങ്ങനെ അപ്ലൈ ഒക്കെ ചെയ്ത് എല്ലാ ഡോക്യുമെൻറ്റ്സും എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആധാർ കാർഡൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊരു ആപ്പിനെ ചെയ്യാം എന്ന് തോന്നും. പക്ഷേ ഞാൻ അത് പറ്റില്ല, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡൊക്കെ ചെയ്തു. എല്ലാത്തിൻ്റെയും കുറേ കോപ്പിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ഇതിലോട്ട് പ്രോപ്പറായിട്ട് നമ്മൾ വരണം.
ജോബ് എന്നുള്ള മൈൻഡിലോട്ട്. അങ്ങനെ ഞാൻ അതും ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം തന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് കോള് വന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കോള് വന്നു. ഞാൻ അങ്ങനെ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. HR സൈഡിൽ നിന്നാണ് നമുക്ക് കോള് വരുമല്ലോ. അങ്ങനെ കോള് വന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഇപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒരു സമയം പറഞ്ഞു, ഗൂഗിൾ മീറ്റ് വഴി ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചാടിക്കയറി ഇൻ്റർവ്യൂവിന് പ്രിപ്പയർഡായി. ഇൻ്റർവ്യൂവിനെ കുറിച്ചൊക്കെ ഞാൻ ജസ്റ്റ് കമ്പനീനെ കുറിച്ചും എങ്ങനെയാണ് ഇൻ്റർവ്യൂ, ഞാൻ ഇതുവരെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ജോബ് ഫെയറിന് പോയപ്പോൾ 2-3 ഇൻ്റർവ്യൂവിന് പോയി എന്നല്ലാണ്ട് 2-3 ഇൻ്റർവ്യൂവിന് കയറി എന്നല്ലാണ്ട് എനിക്ക് ഇതിലൊന്നും യാതൊരു മുൻപരിചയവും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. മീൻ വൈൽ ഇവിടെ കിച്ചണിൽ കുക്കിംഗ് കഴിഞ്ഞു. ഞാൻ വീണ്ടും റെസ്റ്റ് എടുക്കാം കേട്ടോ. അപ്പോൾ ഇക്കാനെയൊക്കെ ഫുഡ് കഴിക്കാൻ വിളിച്ച് ഈ റൂം ക്ലീൻ ചെയ്യണം, മെയിനായിട്ട് അതാണ്. അപ്പോൾ ഫിസൂൻ്റെ റൂം ഭയങ്കര മെസ്സാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അപ്പം നമ്മളെ അവിടുന്ന് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞില്ലേ, ഓൺലൈനാണ് ഇൻ്റർവ്യൂസൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്തു. ഞാൻ നല്ല ആക്റ്റീവായി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ അടിപൊളിയായിട്ട് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അവർ സംസാരിച്ചത് ഇത് സെലക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അടുത്തൊരിതും കൂടി ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ വർത്തമാനത്തിൽ നിന്ന് എനിക്ക് തോന്നി എനിക്ക് സെലക്ഷൻ കിട്ടാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട് എന്ന്. കാരണം ഓരോ വർത്തമാനത്തിലൊക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുമല്ലോ, അങ്ങനെ നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ എനിക്ക് തോന്നി ഞാൻ സെലക്റ്റഡ് ആവുമെന്ന്. അങ്ങനെ അന്ന് പിന്നെ ഒരു കോളൊന്നും കണ്ടില്ല. വൈകുന്നേരം ഒന്നും ആയപ്പോൾ ആരും വിളിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് പീരിയഡ്സ് ആയി. ഞാൻ ആകെ വയറുവേദനയൊക്കെ ആയിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഈ ജോലിക്കൊക്കെ പോകാമെന്നൊക്കെ വെച്ചാൽ എന്താണെന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരു ജോലിക്കും പോകുന്നില്ല എന്നൊക്കെ വിചാരിച്ച് പിന്നെ ഞാൻ ഇൻ്റർവ്യൂവിൽ പൊട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ജോലിക്ക് നമ്മൾ കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്നുള്ള രീതി ഇങ്ങനെ കിടക്കുമ്പോഴാണ് ഒരു പിന്നെ വിളിക്കുന്നത്. അപ്പോൾ ഒരു പറഞ്ഞു ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ സെലക്റ്റഡ് ആയിട്ടുണ്ട്, അടുത്ത ഇൻ്റർവ്യൂ ഉണ്ട്, അതിൻ്റെ നമ്മുടെ ട്രെയിനറുമായിട്ടാണ് അടുത്ത ഇൻ്റർവ്യൂ വരുന്നത്. അങ്ങനെ അവർ പറഞ്ഞ സമയത്തിനേക്കാളും 1 മണിക്കൂറൊക്കെ വൈകിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോഴേക്കും ഞാൻ ആകെ ടയേർഡായി, ഫേസൊക്കെ ഡള്ളായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇൻ്റർവ്യൂ ഗൂഗിൾ മീറ്റ് അല്ലേ, അപ്പോൾ അവർക്ക് നമ്മളെ കാണാമല്ലോ. അപ്പോൾ എന്നോട് ആദ്യം തന്നെ അവർ ചോദിച്ചാൽ എന്താ അറിയോ, ഷംന ആകെ ടയേർഡായിട്ടിരിക്കുന്നല്ലോ, ഡള്ളായിട്ടിരിക്കുന്നല്ലോ, എന്തു പറ്റി? ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് നേരമായി വെയിറ്റ് ചെയ്യുന്നു, ഫുഡൊന്നും കഴിച്ചില്ല, നല്ല ടയേർഡാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, എന്നോട് കുറേ എന്തൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ ആ കമ്പനിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ലോണം പഠിച്ച് വെച്ചിട്ട് ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അതിലും കുറേയൊക്കെ കത്തിക്കേറി കുറേയൊക്കെ സംസാരിച്ചു. അപ്പം എനിക്ക് തോന്നി ഇതിപ്പോൾ കിട്ടാൻ ചാൻസ് ഇല്ലയെന്ന്. കാരണം ഇവരിങ്ങനെ എന്താ പറയുക, നമ്മൾ കുത്തി ചോദിക്കും പോലെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ കോൺഫിഡൻസ് കളയുന്ന മാതിരി പലതും ചോദിച്ചു. ഞാൻ എല്ലാത്തിനും തർക്കത്തരം പോലെ എല്ലാത്തിനും ഉരുള കുപ്പേരി പോലെ മറുപടിയൊക്കെ കൊടുത്ത് അങ്ങനെ എന്തായാലും ഞാൻ പ്രിപ്പയർ ചെയ്തത് കൊണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. എന്നാലും എന്താ പറയുക, കുത്തി ചോദിച്ചു കുറേ കാര്യങ്ങൾ, എന്തൊക്കെയോ ചോദിച്ചു, തിരിച്ചും മറിച്ചും. അങ്ങനെ എന്തായാലും ഉത്തരം മുട്ടിക്കാനൊക്കെ ഒരു നോക്കുക നമ്മളെ. എന്തായാലും അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി എനിക്ക് എന്തായാലും കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതേ നമ്മൾ ഫിസൂൻ്റെ റൂമൊക്കെ സെറ്റാക്കി ഒന്ന് അടിച്ചു വരിക കേട്ടോ. അങ്ങനെ പിന്നെ അന്ന് വൈകുന്നേരത്തെ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് മക്കളോട് ചോദിച്ചു, മക്കളെ ഞാൻ ഈ കമ്പനിയിൽ വർക്കിന് കയറുന്നത് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ചിലർ പറഞ്ഞ് എൻ്റെ ശല്യം ഒഴിവായി കിട്ടുമെന്ന് വെച്ച് ആ മിസ്സേ പോയിക്കോളി. ചിലർ ഞാൻ നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മിസ്സേ നല്ല കമ്പനിയാണ്, ചിലർ മിസ്സേ ട്യൂഷൻ നിർത്തല്ല മിസ്സേ, ഞങ്ങൾക്ക് പിന്നെ ആരുണ്ടാവുക, അങ്ങനെ പല രീതിയിൽ പറഞ്ഞവരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ക്ലാസ്സിൻ്റെ ഇടയിലാണ് ഇവരെ കോള് വരുന്നത്, യു ആർ സെലക്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഫിസുക്കുട്ടൻ്റെ ബർത്ത്ഡേൻ്റെ തലേന്നോ വന്നിട്ടാണേ. അങ്ങനെ പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് വണ്ടറടിച്ച് ഞാൻ അന്ന് മൊത്തം ഇരുന്ന് ആലോചിച്ച് ഇത് നടക്കുമോ, കാരണം 3 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്, അത്രയും ദൂരം പോകണം, രാവിലെ 9 to 6 ആണ്. അങ്ങനെ ആലോചിച്ച് അവസാനം പോകാമെന്നൊരു തീരുമാനം അങ്ങോട്ട് എടുത്ത് ഗൈസ്. ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും നല്ല തീരുമാനങ്ങളിൽ ഒരു തീരുമാനമായിരുന്നു അതെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ലൈഫിൽ നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടായി കമ്പനിയിൽ ജോലിക്ക് കയറിയ സമയത്ത്. പക്ഷേ വർക്ക് ലൈഫ് ബാലൻസ് കയ്യിൽ നിന്ന് പോയപ്പോഴാണ് ഞാൻ ഏകദേശം ഒരു കുറച്ച് മാസങ്ങൾ, ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ വരെ അവിടെ പോയി. ഓഗസ്റ്റ് മുതൽ നമ്മൾ വർക്ക് ഫ്രം ഹോമിലോട്ട് വന്നത് വർക്ക് ലൈഫ് ബാലൻസ് കയ്യിൽ നിന്ന് പോയതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, അടിപൊളിയായിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അതാണ് ഞാൻ ജോലിക്ക് കയറിയ കഥ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ നമുക്കത് കിട്ടും എന്നുള്ളതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ അതൊക്കെയാണ് ജോലീൻ്റെ കഥകളൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു, കിച്ചണൊക്കെ വൃത്തിയാക്കി, അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ചുകൂടി റിലാക്സ് ചെയ്തിട്ട് ഇരിക്കും, ഫ്രഷ് ആവും, പ്രയർ പരിപാടികൾക്കൊക്കെ എടുക്കുക, ഇത് തന്നെ പണി.
അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ജോലിക്കൊക്കെ പോകണം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കും പോകണമെന്ന് തോന്നുമായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻ്റൊക്കെ ഇടുക, മാക്സിമം സപ്പോർട്ട് തരിക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.